ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ചൂരമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂരമീനിൻ്റെ അച്ചാറുണ്ടാക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇത് ഏതാണ്ട് ഒരു 1.5 കിലോ ചൂരയുണ്ട് കേട്ടോ. അത് തൊലിയെല്ലാം ഉരിച്ച് ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി കുറച്ച് ഇഞ്ചിനേക്കാൾ ഒരു ഇരട്ടി വേണം കേട്ടോ. വെളുത്തുള്ളി, പിന്നെ ഒരു 3-4 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് എന്ത് ചെയ്യുക, മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കുക. ഉപ്പും വേണം കേട്ടോ, ഉപ്പ് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഉപ്പും എടുത്ത് നന്നായിട്ട് അരയ്ക്കുക. ഈ അരച്ചതിന് ശേഷം ആ പേസ്റ്റ് നമ്മൾ മീനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അത് മൊത്തം എല്ലാത്തിലും പിടിക്കത്തക്ക രീതിയിൽ പുരട്ടിയെടുക്കുക. ഇത് കുറച്ച് നേരം നമുക്കെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഞങ്ങളിപ്പോൾ അങ്ങനെ മാറ്റിയൊന്നും വെച്ചില്ല. അതിന് ശേഷം ഒരു വലിയൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട്, സൺഫ്ലവർ ഓയിലാട്ടോ ഞങ്ങൾ വേവിച്ചത്. എന്നിട്ട് അത് വറുത്തെടുക്കുക. മൊത്തമായിട്ട് ഇടാം കേട്ടോ. വറുത്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇട്ട് കൊടുത്ത് ഇത് മൊത്തമായിട്ട് നന്നായി വറുത്തെടുക്കുക. അങ്ങനെ എല്ലാം വറുത്തെടുത്ത് കോരിയെടുത്ത് മാറ്റി വെക്കുക. അതേ എണ്ണയിൽ കുടംപുളി, ഇത് ഓപ്ഷണലാട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഈ കുടംപുളി എടുത്തിട്ട് നന്നായി കഴുകി ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. വെള്ളമയം ഒട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയാട്ടോ അങ്ങനെ ചെയ്യുന്നത്. എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ അതേ എണ്ണയിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് അധികം വേണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടി ഇടുക. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർക്കുക. പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിട്ടിട്ട് പിന്നെ വിനാഗിരി ചേർക്കുക. ഇതൊക്കെ കുറച്ച് എനിക്ക് കൈയളവൊന്നും പറയാനറിയില്ല. അപ്പോൾ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കുടംപുളിയും പിന്നെ നമ്മൾ വറുത്ത് വെച്ച മീനും അതിനകത്തേക്ക് ചേർക്കുക. ചേർത്ത് ഇളക്കിയതിന് ശേഷം കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുക. അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ച് നമുക്ക് പിന്നീടായാലും എടുക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസമായാലും എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.